ഗസ വെടിനിർത്തൽ കരാറിന് അവസാനവട്ട ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച 24 മണിക്കൂറിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് തീരുമാനം. മന്ത്രിമാർക്കിടയിലെ ഭിന്നത കാരണം പലവട്ടം മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ബന്ദികളുടെ കൈമാറ്റം തിങ്കളാഴ്ച നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രാത്രിയിലും ഗസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണമുണ്ടായി. BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുഹൈൽ, അങ്ങനെ ഇന്നലെയൊക്കെ നമ്മൾ വളരെ സമാധാനത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരുന്നു, അത് ഒരു വെടിനിർത്തൽ കരാറിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു, ഒരു ശാശ്വത സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴും ഇസ്രായേൽ മന്ത്രിസഭ യുദ്ധ ക്യാബിനറ്റിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ള ചെറിയ ആശങ്കയൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ അമേരിക്കയുടെ സശക്തമായ ഇടപെടൽ ഉള്ളതുകൊണ്ട് ഇതൊരു സമാധാനത്തിലേക്ക് തൽക്കാലം നയിക്കുമെന്നും ഉറപ്പായിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇനി എന്തൊക്കെ പ്രോസസ്സുകൾ അതിനകത്ത് ബാക്കിയുണ്ട് സുഹൈൽ? ഗുഡ് മോർണിംഗ് ജെൽസി സൈഫു. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷമായി എല്ലാ രാത്രികളിലും ഈ ഗസയിൽ നിന്നുള്ള ഏറ്റവും ദുരിതത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചു പോയതിനു ശേഷം കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, ഗസയിൽ നിന്ന് ഒരുപാട് ദൃശ്യങ്ങൾ നമ്മുടെ ഫീൽഡിൽ വരുന്നു. അതേപോലെ തന്നെ ഗസയിൽ നിന്ന് ദൃശ്യങ്ങൾ പങ്കുവെക്കുന്ന ഗസക്കാരായിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ വന്നു. അത് മനോഹരമായി ആ 2 വർഷത്തിന് ശേഷം എങ്ങനെയാണ് അവർ പുതിയൊരു പുലരിയെ കാത്തു നിൽക്കുന്നത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങളായിരുന്നു. കുട്ടികൾ പാട്ടുപാടുന്നു, അതേപോലെ തന്നെ അവരുടെ വിപ്ലവ ഗാനങ്ങൾക്ക് ഡാൻസ് ചെയ്യുന്നു, യുവാക്കളെല്ലാം തെരുവുകളിൽ ആഘോഷിക്കുന്നു. അപ്പോൾ ഗസ മുഴുവനും പുതിയ ഒരു പുലരിക്കായി കഴിഞ്ഞ 2 വർഷമായി അവർ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹത്തിന്റെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് അവർ വരുന്നു. എവിടെയും കീഴടങ്ങിയിട്ടില്ല എന്ന സന്ദേശം അവർ നൽകുന്നു. അതേപോലെ തന്നെ ഒരു സമ്പൂർണ്ണ വിജയം 2 വർഷത്തിൽ കുറേയേറെ ആളുകൾ ഒപ്പം നിന്നിരുന്ന ആളുകളെല്ലാം അവർക്ക് നഷ്ടമായിട്ടുണ്ട് എങ്കിലും ഒരിക്കലും ഫലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി കീഴടങ്ങിയിട്ടില്ല എന്ന മനസ്സോട് കൂടിയാണ് അവർ പുതിയ ലോകത്തേക്ക് വരുന്നത്. പല ആളുകളും പല കുട്ടികളും അതേപോലെ തന്നെ കൗമാരക്കാരും ഒക്കെ ചിത്രീകരിക്കുന്ന റീൽസുകൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ചില ചിത്രങ്ങൾ കൊണ്ടുവരികയാണ്. ഇനി യുദ്ധ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് കഴിഞ്ഞ രാത്രിയിൽ ദീർഘമായ മാരത്തൺ ചർച്ചകളാണ് നടത്തിയത്. പലപ്പോഴും അത് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഏതായിരുന്നാലും ഗസ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന് അവർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലി ക്യാബിനറ്റിന്റെ അപ്രൂവൽ എന്ന് പറയുന്നത് അത് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഡീൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു അർത്ഥത്തിൽ ഒരു ഫ്രെയിംവർക്കിലാണ് എന്നുള്ളതാണ്. ഗസയിൽ നിന്ന് ഈ ബന്ദികളെ വിട്ടു നൽകുക എന്നതിൽ കേന്ദ്രീകരിക്കുന്നതാണ് ഫസ്റ്റ് ഫേസിന്റെ ഈ ഒരു ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ള വെടിനിർത്തൽ എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് പല മന്ത്രിമാരും പറഞ്ഞിട്ടുള്ളത് ആ ബന്ദികളെ വിട്ടു നൽകിയാൽ വീണ്ടും ആക്രമണം തുടരണം, പക്ഷെ അക്കാര്യത്തിൽ പിന്നീട് അപ്പോൾ ചർച്ചയാകാം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പിന്നീട് അപ്പോഴാണ് ഈ ഒരു പ്രശ്നം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് പശ്ചിമേഷ്യൻ പ്രതിനിധി, ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതേപോലെ തന്നെ മരുമകനും ഉപദേഷ്ടാവുമായുള്ള ജേഡ് കൃഷ്ണറും അങ്ങോട്ട് പറഞ്ഞിറങ്ങുന്നത്. അങ്ങനെ യുദ്ധ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നു, എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു, അങ്ങനെ അതിനൊരു അപ്രൂവൽ ആകുന്നു. പിന്നീട് യുദ്ധകാര്യ മന്ത്രിസഭ കഴിഞ്ഞ് വൈദ്യുത മന്ത്രിസഭ, അതായത് മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെയും ചേർന്നുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് കൂടി അവർ ചേർന്നു. അങ്ങനെയാണ് ഇതിന് അപ്രൂവൽ നൽകിയിട്ടുള്ളത്. ഇനി ജെൽസിയുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാൻ, എന്താണ് ഇനി ബാക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിനകം IDFന്റെ പിന്മാറ്റം ഒരു വിത്ഡ്രോവൽ ലൈൻ ഉണ്ട്, അവിടേക്ക് മാറണം എന്നുള്ളതാണ് ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത 24 മണിക്കൂറിനകം ഗസയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നും ഗസ സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് US സേന പിൻവാങ്ങണം. അങ്ങനെ പിൻവാങ്ങിക്കഴിഞ്ഞാൽ 72 മണിക്കൂറിനകം ബന്ദികളെ വിട്ടു നൽകാം. ഇതാണ് ട്രംപിന്റെ പദ്ധതിയിലുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗസ സിറ്റിയിൽ കൂടുതൽ ആക്രമണങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. അവിടെ നിന്നുള്ള റിപ്പോർട്ടർമാർ നൽകുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് ഗസ സിറ്റിയിൽ നടക്കം ഇസ്രായേലി സേനയുടെ കവചിത വാഹനങ്ങൾ പിൻവാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അത്ഭുതകരമായ ഒരു കാര്യം എന്ന് നമുക്ക് പറയാം. കാരണം ഗസ സിറ്റി പിടിച്ചെടുക്കാനും ഗസയെ പ്രത്യേകിച്ചും വടക്കൻ ഗസയെ ഒന്നാകെ കൈപ്പിടിയിൽ ഒതുക്കാനും അങ്ങനെ ഏകദേശം ഒരു 78% വരുന്ന ഭൂമിയും ഇസ്രായേൽ സേനയുടെ കൈവശപ്പെടുത്താൻ 2 വർഷം അവർക്ക് പണിയെടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും ഗസ സിറ്റി എന്ന് പറയുന്നത് ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് എന്നും അതേപോലെ അവിടെയാണ് എല്ലാ ആയുധങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് എന്നും അവരുടെ അണ്ടർഗ്രൗണ്ട് ഉള്ളത്, തുരങ്ക ശൃംഖലയുടെ പ്രധാന ഭാഗമുള്ളത് ഗസ സിറ്റിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗസ സിറ്റി വളഞ്ഞ് അതിനെ പിടിച്ച് അതിനെ അങ്ങ് അധിനിവേശം ചെയ്ത് കളയാം എന്ന് പറയുന്ന ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന അവിടെ നിന്ന് പിൻവാങ്ങുന്നത്.